വളരെ ഗുരുതരമായ സംഭവം എന്ന് തന്നെ വേണം നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ. ലക്ഷ്മി പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം, അതായത് പോലീസ് SP തന്നെ നേരിട്ട് അന്വേഷിക്കാനാണ് ഈ സംഭവത്തിൻ്റെ പരാതിയെ തുടർന്ന് ഉത്തരവിട്ടത്. അങ്ങനെ ആ ഉത്തരവിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ യൂണിഫോം മാറുന്ന നഗ്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി അത് കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ വൈശാഖൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈശാഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുണ്ടക്കയം സ്വദേശിയാണ്. വൈശാഖിനെ സൈബർ വിഭാഗമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈശാഖ് കഴിഞ്ഞ 6 മാസമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു ഒളിക്യാമറ വെച്ചുകൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം മാറുന്ന സ്ഥലത്ത് ഇത്തരമൊരു ഒളിക്യാമറ വെച്ചുകൊണ്ട് ഈ ഒളിക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുന്ന പതിവ് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സൈബർ സെല്ലിനും ഇടുക്കി SP-ക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വൈശാഖിൻ്റെ മൊബൈലിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി വൈശാഖ ഒളിക്യാമറ ഇവിടെ ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതിൽ നിന്ന് ദൃശ്യങ്ങൾ ക്യാമറയിലേക്ക് മൊബൈൽ ഫോണിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സൈബർ വിഭാഗമാണ് ഇത്തരത്തിലുള്ള വിശദമായൊരു അന്വേഷണം ഇടുക്കി SP-യുടെ ഉത്തരവിനെ തുടർന്ന് നടത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ വൈശാഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിശദമായി പോലീസ് ഇയാളെ നിരീക്ഷിക്കുന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ മൊബൈൽ ഫോണിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മൊബൈൽ ഫോൺ പിന്നീട് പോലീസ് പരിശോധന നടത്തുകയും സൈബർ വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത്തരം ഈ ദൃശ്യങ്ങൾ നിരവധിയായി ഈ ഫോണിലുണ്ട് എന്നുള്ളത് പോലീസിന് തന്നെ മനസ്സിലാകുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മനസ്സിലാകുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഇത് തുടരുകയായിരുന്നു വൈശാഖ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈശാഖിൻ്റെ സ്വദേശം മുണ്ടക്കയമാണ് എന്നുള്ളതാണ് അറിയുന്നത്. മുണ്ടക്കയം സ്വദേശിയായ CPO ആണ് വൈശാഖ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതും പോലീസ് സ്റ്റേഷനിൽ, വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി കഴിഞ്ഞ 6 മാസക്കാലമായി ഈ ദൃശ്യങ്ങൾ മൊബൈലിലേക്ക് എടുത്ത് അത് കാണിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായി. ഒടുവിലൊരു സംഭവം ഉണ്ടായപ്പോൾ ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലീസിനും ഇടുക്കി SP-ക്കും അതോടൊപ്പം തന്നെ സൈബർ വിഭാഗത്തിനും പരാതി നൽകുന്നു. അങ്ങനെ ഇടുക്കി SP നേരിട്ട് നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ വിഭാഗം വിശദമായ പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ വൈശാഖിൻ്റെ മൊബൈൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ വൈശാഖിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അല്പം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കും.